പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കോന്നി 20 ഏക്കർ ഭാഗത്ത് 2 വീടുകളിലെ വളർത്തു നായ്ക്കളെ പുലി ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഒരു നായയെ പുലി കൊണ്ടുപോയി. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിജോ, കൂടൽ നിന്നുള്ള വാർത്തയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ ഇതാ 20 ഏക്കർ ഭാഗത്തും പുലിയുടെ സാന്നിധ്യമുണ്ട്. അവിടെ വളർത്തു നായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. അനൂപ്, പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയായിട്ടുള്ള കോന്നിയിലെ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ കാലം കുറെയായിട്ട് വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. ഈ അടുത്ത കാലത്തായിട്ട് പുലി ജനവാസ മേഖലയിലേക്ക് അടക്കം ഇറങ്ങുന്നുണ്ട്. കോന്നിയുടെ മലയോര മേഖലയിൽ നിന്ന് കഴിഞ്ഞ ഏതാണ്ട് 2 വർഷത്തിനിടെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ച് 2 പുലികളെ പിടികൂടിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ പുലി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വളർത്തുമൃഗങ്ങളെ അടക്കം ആക്രമിച്ച് കൊലപ്പെടുത്തി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപം ഇന്നലെ 20 ഏക്കർ ഭാഗത്ത് 2 വീടുകളിലെ വളർത്തു നായകളെയാണ് പുലി ആക്രമിച്ചത്. ഒരു നായയ്ക്ക് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. മറ്റൊരു നായയെ പുലി ആക്രമിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ശ്രീനാരായണനഗർ സ്വദേശിയായിട്ടുള്ള ശ്രീജിത്തിന്റെ 2.5 വയസ്സുള്ള നായയെ പുലി ആക്രമിച്ചു. ആ നായ്ക്കാണ് ശരീരത്തിൽ ഗുരുതരമായിട്ട് മുറിവേറ്റത്. സമീപ വീടായിട്ടുള്ള മോഹനന്റെ വളർത്തുനായയെ പുലി ആക്രമിച്ചു കൊണ്ടുപോയി. കോന്നി റേഞ്ച് ഓഫീസിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂട് സ്ഥാപിച്ചും ക്യാമറയൊക്കെ സ്ഥാപിച്ച് പോകുന്നതല്ലാതെ പുലി ഇതുവരെ കെണിയിൽ വീണിട്ടില്ല. ജനവാസ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് വലിയ ഭീതിയിലാണ് കഴിയുന്നത്. അനൂപ്, എന്തായാലും വലിയ പുലിഭീതി തന്നെയാണ് കോന്നി 20 ഏക്കർ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഒരു പ്രദേശവാസിയുടെ പ്രതികരണം കൂടി വരുന്നുണ്ട് അതിലേക്ക്. ഇപ്പം നമ്മൾ ഇത് അലയ്ക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. അന്നേരം ഇവിടെ വെളിയിലെങ്ങും കാണാനില്ല. പിന്നെ നോക്കിക്കണ്ട മേളിലാണ് ടെറസിൻ്റെ മണ്ടയ്ക്കാണ് വന്ന് പിടിച്ച് വന്ന് കിടക്കുന്നേ കണ്ട്. പിന്നെ പേടിച്ച് കയറിപ്പോയതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിനെ കണ്ടു, എടുത്തുകൊണ്ട് വന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ ചെറിയ മുറിവൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ല. അന്നേരം പിന്നെ നമ്മൾ മെമ്പറെ വിളിച്ചു. പിന്നെ അതുപോലെ ഫോറസ്റ്റിലെ അവിടെ അറിയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.